നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൽ ഒരു സ്ഥിരം ജോലി, അതും തിരുവനന്തപുരത്ത് ഒരു മികച്ച ജോലി അവസരമാണ്. തിരുവനന്തപുരത്തുള്ള ISROയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർ 2025 ഒക്ടോബർ 6 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കൂടുതൽ വേക്കൻസികളുള്ള. മറ്റ് ചില ISRO സെന്ററുകളിലും വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഉള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ അറ്റൈൻ ചെയ്യേണ്ടത്, എക്സ്പീരിയൻസ് വേണ്ടതോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യേണ്ടോ എല്ലാം ക്രൂഷ്യൽ ആയിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ എല്ലാം ക്ലോസിംഗ് ഡേറ്റ് ആയ ഒക്ടോബർ 6 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 6 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ അപേക്ഷിക്കാനായിട്ട് കാര്യം മനസ്സിലാക്കുക. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. പല പോസ്റ്റുകളുണ്ട്. ആദ്യത്തെ പോസ്റ്റ് 5 പോസ്റ്റുകളാണ് റിസർവ്ഡ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ്. അതിലേക്ക് വേണ്ടി യോഗ്യത ME അല്ലെങ്കിൽ MTech അപ്ലൈഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈൻ, അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ എയറോസ്പേസ് എഞ്ചിനീയറിംഗോ ആയിരിക്കും വേണം എന്ന കാര്യത്തിൽ 5 വേക്കൻസികളാണുള്ളത്. 5 അൺറിസർവ്ഡ് ആണ്. അടുത്ത വേക്കൻസി MTech മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അതോടൊപ്പം BE അല്ലെങ്കിൽ BTech മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലോ മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗോ ഉണ്ടായിരിക്കുകയും വേണം. ഒരു വേക്കൻസി ഉണ്ടത് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലായിരിക്കും ആ പോസ്റ്റിംഗ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിന്റെ ഒരു കാര്യം വിട്ടു, ഇതിന്റെ ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുണ്ട്. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 10 അപ്പോയിന്റ്മെന്റ് ആണ്. അടിസ്ഥാന ശമ്പളം തന്നെ 56,100 രൂപയുണ്ട്. തുടക്ക ശമ്പളം 1,00,000 രൂപ അടുത്ത് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റ് അൺറിസർവ്ഡ് ആണ്. അതും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. തെർമൽ ആൻഡ് ഫ്ലൂയിഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ പവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ സയൻസ് ആൻഡ് എനർജി സിസ്റ്റംസ് അല്ലെങ്കിൽ തെർമൽ സിസ്റ്റംസ് ആൻഡ് ഡിസൈൻ ആൻഡ് തെർമൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തെർമൽ ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പൽഷൻ എഞ്ചിനീയറിംഗ്. ഇതിൽ ഏതെങ്കിലും ME അല്ലെങ്കിൽ MTech വേണം. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ എയറോസ്പേസ് എഞ്ചിനീയറിംഗിലോ ആയിരിക്കും വേണം. അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒരു വേക്കൻസിയാണുള്ളത്. അടുത്ത പോസ്റ്റ് ഒരെണ്ണമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് തന്നെയാണ്. കൺട്രോൾ എഞ്ചിനീയറിംഗിലോ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിലോ കൺട്രോൾ ഗൈഡൻസ് ആൻഡ് നാവിഗേഷനിലോ MTech അല്ലെങ്കിൽ ME ബിരുദം വേണം. BTech ബിരുദം ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഉണ്ടായിരിക്കും വേണം. അതുകൂടി അടുത്ത പോസ്റ്റ് ഒരു പോസ്റ്റാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ്. MTech കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അത് ഉണ്ടായിരിക്കണം. MTech ME ആയിരിക്കണം. അതോടൊപ്പം BE അല്ലെങ്കിൽ BTech കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ കെമിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലോ കെമിക്കൽ ടെക്നോളജിയിലോ BTech ആയിരിക്കുകയും വേണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത പോസ്റ്റ് 2 പോസ്റ്റാണ്. 2 അൺറിസർവ്ഡ് ആണ്. അത് ഒന്ന് VSSലും മറ്റേ LPS ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലുമാണ്. വലിയ വലിയതാണ്. അതിനുവേണ്ടി യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള MTech അല്ലെങ്കിൽ ME ബിരുദമായിരിക്കണം. നോൺ ഡിസ്ട്രക്റ്റീവ് ടെക്നിക് സ്പെഷ്യലൈസേഷൻ വേണം. BE അല്ലെങ്കിൽ BTech മെക്കാനിക്കലിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ 2 വേക്കൻസി. ഒന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. അടുത്ത വേക്കൻസി 6 വേക്കൻസി ഉണ്ട്. 2 VSSലും 2 SDCസിലും 1 LPSCയിലും 1 HSFCയിലുമാണ്. വേണ്ട യോഗ്യത ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിലുള്ള ME അല്ലെങ്കിൽ BTech ബിരുദം, ME അല്ലെങ്കിൽ MTech ബിരുദമാണ്. അതോടൊപ്പം BTech ബിരുദം മെക്കാനിക്കലിലോ കെമിക്കലോ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം. ഇത്രയും വേക്കൻസികളാണ് ആകെ ഉള്ളത്. മികച്ച ശമ്പളത്തോടെ ഏകദേശം 1,00,000 രൂപയുടെ ശമ്പളത്തോടെ. കൂടുതൽ വേക്കൻസികളും തിരുവനന്തപുരത്താണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ക്രൂഷ്യൽ ഡേറ്റ് ഒക്ടോബർ 6 അടിസ്ഥാനമാക്കിയാന്ന് പറഞ്ഞു. MTech അല്ലെങ്കിൽ ME അഗ്രഗേറ്റ് മിനിമം 60% മാർക്കുള്ളവർ മാത്രം അപേക്ഷ. CGP ആണെങ്കിൽ 6.5, 10 ആണെങ്കിൽ 6.5 ഉണ്ടായിരിക്കണം. BTechനും BE അല്ലെങ്കിൽ BTech ബിരുദത്തിനും 60% മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. 6.34 10 പോയിന്റ് സ്കെയിലുള്ള CGP ആണെങ്കിൽ 6.34 ഉണ്ടായിരിക്കണം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമായിട്ടിരിക്കണം. പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിലായിരിക്കണം. BTechും ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഏജ് ലിമിറ്റ് പറഞ്ഞുള്ള 30 വയസ്സാണ് ഉയർന്ന പ്രായം. ഏജും കാൽക്കുലേറ്റ് ചെയ്യുന്ന 6/10/2025 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നവരോട് നമുക്ക് നോക്കാം. അതിനേക്ക് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വെബ്സൈറ്റായ https:/www.vssc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 6 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് അവസാന തീയതി 2025 ഒക്ടോബർ 6 ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും 750 രൂപ ഫീസായിട്ട് നൽകണം. എന്നാൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപ നമ്മളെ പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരൊക്കെ എല്ലാം ഫുൾ എമൗണ്ടും അടയ്ക്കുന്ന 750 രൂപയും റീഫണ്ട് ചെയ്യും. എന്നാൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 250 രൂപ ഡിഡക്ട് ചെയ്തതിനു ശേഷം എക്സാമിനേഷൻ ഫീ ആയിട്ട് 250 രൂപ എടുക്കുന്നതായിരിക്കും. ബാക്കി 500 രൂപ റീഫണ്ട് ചെയ്യുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല, പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം പരീക്ഷ അതിന് ഇന്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടിസ്ഥാന ശമ്പളം തന്നെ നേരത്തെ 56,100 രൂപയായിരിക്കും. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ എക്സാമിനേഷൻ സെന്ററുകൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 2 സെന്ററുകൾ മാത്രമേ ഉള്ളൂ, എറണാകുളം, തിരുവനന്തപുരം. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മിനിമം കാര്യങ്ങൾ മാത്രമേ, പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ബന്ധപ്പെടുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നന്ദിപ്പെടുന്നതോടെ ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഒന്നുകൂടെ പറയുന്നു, 2025 ഒക്ടോബർ 6-ാം തീയതി വരെ www.vssc.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താങ്ക് യു സോ മച്ച്.